നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഒരിക്കൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിന് ഉജ്ജ്വല വിജയം. സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രം ക്ഷേമസമിതി ഹാളിൽ ചേർന്നു. കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യവും അറിയിക്കാതെ 2020. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഒരിക്കൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം മാടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റു തുന്നം പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 103 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35ലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. സെഞ്ചുറിയടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീഷിന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MB രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തക്ലിയയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിന് ഉജ്ജ്വല വിജയം. 20,099 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സനീഷ് കുമാർ ജോസഫ് രണ്ടാം ഊഴത്തിൽ വെന്നിക്കൊടി പാറിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനും നഗരസഭാ കൌൺസിലറായിരുന്ന ബിജു S ടിറേത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേരള കോൺഗ്രസ് M-ൽ ചേർന്നാണ് LDF സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ചാലക്കുടിക്കാർക്ക് ചാലക്കുടിക്കാരൻ സ്ഥാനാർത്ഥി എന്ന പ്രചരണവുമായി മത്സരിച്ച ബിജു S ടിറേത്തിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് സനീഷ് കുമാർ ജോസഫ് പരാജയപ്പെടുത്തിയത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M-ലെ ഡെന്നിസ് K ആന്റണിയെ 1250 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സനീഷ് കുമാർ ജോസഫ് കന്നി അംഗം വിജയിച്ചത്. MLA സീറ്റിനു വേണ്ടി പാർട്ടി മാറി മത്സര രംഗത്തെത്തിയ ബിജു S ടിറേത്തിനെ ചാലക്കുടിക്കാർ കൈവിട്ട തെരഞ്ഞെടുപ്പ് ഫലമായി ഇത്തവണത്തേത്.
വൻ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടി ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് തന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. സനീഷ് കുമാർ ജോസഫിന്റെ വിജയത്തിൽ ആഹ്ലാദിച്ച് UDF പ്രവർത്തകർ ചാലക്കുടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൗത്ത് ജംഗ്ഷനിൽ മേൽപ്പാലത്തിന് താഴെ സമാപിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയും UDF നേതാക്കളും മുൻനിരയിൽ അണിനിരന്നു. കേരളമാകെ UDF തരംഗം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ജനവിരുദ്ധ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ വിധിയെഴുത്താണ് നടന്നത്. ജനങ്ങളുടെ വലിയ രോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. കേരളത്തിലെ നല്ലവരായ വോട്ടർമാരോട് UDFന് വേണ്ടി ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആറ്റുപാടി ഗ്രാമീയ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമവും സെമിനാറും ഒരുക്കി. തൃശൂർ വിജിലൻസ് ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ലാലുമൻ ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. കുടുംബ ഭദ്രത എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ വിദ്യാ കൌൺസിലിംഗ് സെന്റർ ഡയറക്ടർ പായിപ്ര ധമനൻ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KC ജയരാജ്, ക്ലബ് സ്ഥാപക പ്രസിഡന്റ് KR സജീവ്, സ്ഥാപക സെക്രട്ടറി സജീവ് തങ്കപ്പൻ, സിൽവർ ജൂബിലി ആഘോഷ സമിതി ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ DA ഗോവിന്ദ്, ശ്രുതി അഭയ്, AA സാവിത്രി എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 44 വർഷത്തെ ചരിത്രത്തിന് അവസാനം കുറിച്ച് ഒല്ലൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഒല്ലൂർ മണ്ഡലം ആർക്കൊപ്പമോ കേരളവും അവർക്കൊപ്പം എന്ന രാഷ്ട്രീയ ചരിത്രത്തിനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവസാനം കുറിച്ചത്. 1982 മുതൽ കേരളത്തിൽ ഭരണമുന്നണിയെ മാത്രം വിജയിപ്പിച്ച ചരിത്രമാണ് ഒല്ലൂരിനുണ്ടായിരുന്നത്. എന്നാൽ കേരളം ഇത്തവണ UDFന് കൈകൊടുക്കുമ്പോൾ ചരിത്രം തിരുത്തിക്കുറിച്ച് ഒല്ലൂർ 3ാം തവണയും ഇടതുമുന്നണിക്കൊപ്പമാണ്. UDFന്റെ ഷാജി J കോടംകണ്ടത്തിനെ പിന്നിലാക്കി CPIയുടെ K രാജനാണ് ജയമുറപ്പിച്ചത്. കേരളത്തിൽ 1982 7ാം നിയമസഭയ്ക്ക് ശേഷം UDFും LDFും ഒന്നിടവിട്ട് ഭരണം പിടിച്ചപ്പോൾ ഒല്ലൂരും അതേ പാറ്റേൺ പിന്തുടർന്നു. 1982 മുതലുള്ള 8 തെരഞ്ഞെടുപ്പുകളിൽ 1982, 1991, 2001, 2011 എന്നീ വർഷങ്ങളിൽ UDFും 1987, 96, 2006, 2016 വർഷങ്ങളിൽ LDFും ഇവിടെ ജയിച്ചു. ഈ വർഷങ്ങളിൽ ഇവിടെ ജയിച്ച മുന്നണിക്കായിരുന്നു സംസ്ഥാന ഭരണവും. മുന്നണികൾ മാറി മാറി ഭരണം പിടിച്ചിരുന്ന കേരളത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് LDF തുടർ ഭരണം നേടിയപ്പോൾ സിറ്റിംഗ് MLAയെ തോൽപ്പിക്കുന്ന ശീലം ഒല്ലൂരും മാറ്റിക്കുറിച്ചിരുന്നു. 2016 13,248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട CPIയുടെ K രാജൻ 2021 ഭൂരിപക്ഷം 21,506 ഉയർത്തി വിജയം നിലനിർത്തി. ഒപ്പം കേരളവും LDFന് തുടർ ഭരണം നൽകി. ഇത്തവണ വിജയം നിലനിർത്തി K രാജൻ ഒല്ലൂരിൽ തുടരുമ്പോഴാണ് കേരളത്തിൽ UDF അധികാരത്തിൽ എത്തിയത്. വൻ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടി അങ്കമാലി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോജി M ജോൺ തന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. വിജയത്തിലേക്കുള്ള കൂടുതൽ ഭൂരിപക്ഷം കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ മികച്ച വിജയമാണ് അങ്കമാലിയിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിലെമ്പാടും അലയടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിൽ കാണുന്നത്. അത് അങ്കമാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അവിടെ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ വലുപ്പ് ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകുവാനാണ് ഇക്കാലം അത്രയും പരിശ്രമിച്ചിട്ടുള്ളത്. അതിനൊക്കെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത്. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയമാണ്. കൂടുതൽ ഭൂരിപക്ഷത്തിലുള്ള വിജയം അത് കൂടുതൽ വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുന്നു. അത് കൂടുതൽ വിനയത്തോടു കൂടി ഏറ്റെടുക്കുന്നു. വിജയിപ്പിച്ച ജനങ്ങൾക്ക് ചേർത്ത് പിടിച്ച അങ്കമാലിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഴുവൻ ജനങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രം ക്ഷേമസമിതി ഹാളിൽ ചേർന്നു. സേവാഭാരതി പ്രസിഡന്റ് K പീതാംബരൻ അധ്യക്ഷനായ ചടങ്ങിൽ സേവാഭാരതി ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ സേവാ സന്ദേശം നൽകി. സെക്രട്ടറി നിഷിൽ വിജയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. AP സതീശൻ വരവ് ചെലവ് അവതരിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം സേവാ പ്രമുഖ് സുധീർ ഭരണാധികാരിയായിരുന്നു. സേവാഭാരതി രക്ഷാധികാരിമാരായ
KM ഹരിനാരായണൻ, TN രാമൻ, OS സുനിൽ, സൗമ്യ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ബെന്നി ബെഹനാൻ MPയുടെ ഓഫീസിൽ സജ്ജമാക്കിയ വലിയ സ്ക്രീനിലാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിച്ചത്. MP ബെന്നി ബെഹനാനും കുടുംബവും റോജി എം ജോണിന്റെ മാതാപിതാക്കളും കൂടെയുണ്ടായിരുന്നു. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ വിജയം ആഘോഷമാക്കി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ പ്രവചിക്കുന്നത്. ഇതിനു പുറമെ ഈ ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിലും, ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും, വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യവും അറിയിക്കാതെ 2020. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കുന്നത്തുനാട്ടിൽ പോലും 2020 പാർട്ടിക്ക് ശക്തമായ ചലനം ഉണ്ടാക്കാനായില്ല. 2020 പാർട്ടിയുടെ സഹായത്തോടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാന്നിധ്യം ഉറപ്പിക്കാമെന്ന BJPയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയേറ്റത്. കുന്നത്തുനാട്ടിൽ 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ബാബു ദിവാകരൻ 39,958 വോട്ടുകളാണ് നേടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച 2020 പാർട്ടി 41,890 വോട്ടുകളാണ് നേടിയത്. BJP സ്ഥാനാർത്ഥിയാകട്ടെ 7,056 വോട്ടുകളും നേടിയിരുന്നു. എന്നാൽ ഇത്തവണ രണ്ട് പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ 9,000-ലേറെ വോട്ടുകളാണ് കുറഞ്ഞത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ ഭാഗമായി 19 സീറ്റുകളിലാണ് 2020 മത്സരിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം, ചാലക്കുടി എന്നീ സീറ്റുകളിൽ 2020 മത്സരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഒരിക്കൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിന് ഉജ്ജ്വല വിജയം. സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രം ക്ഷേമസമിതി ഹാളിൽ ചേർന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യവും അറിയിക്കാതെ 2020.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.